ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാവിൻ്റെ ശക്തിയെ പറ്റിയാണ് നാം ഇന്ന് അല്പമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. യാക്കോബ് ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. അമേരിക്കയിലെ ഷിക്കാഗോ പട്ടണത്തിൽ 1871 ഒക്ടോബർ 8 ഒരു വലിയ അഗ്നിബാധയുണ്ടായി. 1,00,000-ൽ പരം ആളുകൾ ഭവനരഹിതരായി. 17,500 കെട്ടിടങ്ങൾ കത്തി നശിച്ചു. 300-ൽ പരം ആളുകൾ മൃതിയടഞ്ഞു. ഈ ബൃഹത്തായ അഗ്നിബാധയുടെ തുടക്കം മിസ്സിസ് ഓലറി എന്ന വ്യക്തിയുടെ കന്നുകാലിക്കൂട്ടിൽ സ്വന്തം പശു ഒരു റാത്തൽ വിളക്ക് തൊഴിച്ചെറിഞ്ഞതായിരുന്നു. കുറഞ്ഞ തീ എത്ര വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ നാവിനെ അഗ്നിജ്വാലയോടാണ് സാദൃശീകരിച്ചിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ നാവിൻ്റെ 3 വിധ ശക്തിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്നാമതായി നിയന്ത്രണ ശക്തി. യാക്കോബ് ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെ. കുതിരയെ കടിഞ്ഞാൺ കൊണ്ടും കപ്പൽ ചുക്കാൻ കൊണ്ടും നിയന്ത്രണ വിധേയമാക്കുന്നത് പോലെ ഓരോ ഭക്തനും തൻ്റെ നാവിനെ പാപം ചെയ്യാതിരിപ്പാൻ നിയന്ത്രണ വിധേയമാക്കണം. ഇല്ലെങ്കിൽ താൻ ഭക്തൻ എന്ന് നിരൂപിക്കുന്നതിൽ അർത്ഥമില്ല. രണ്ടാമതായി നശിപ്പിക്കുന്ന ശക്തി. യാക്കോബ് ലേഖനം 3-ാം അധ്യായം 5 മുതൽ 8 വരെ. ഒരുവന്റെ ദുർഭാഷണത്തിന്റെ നശീകരണ ശക്തിക്ക് 2 ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നു. കാട് കത്തിക്കുന്ന തീ, പക്ഷിമൃഗാദികൾ. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. ദൈവം നമുക്ക് നാവ് തന്നത് എന്തിനു വേണ്ടിയാണ്? അന്യരെ തേജോവധം ചെയ്യുവാനാണോ? ഒരിക്കലുമല്ല. ദൈവത്തിനും മറ്റുള്ളവർക്കും പ്രയോജനമുള്ള വിധം ഉപയോഗിക്കുവാനത്രേ. യഥാർത്ഥ ആത്മീകൻ ചിന്താശൂന്യവും ചപലവുമായ സംഭാഷണത്തിൽ നിന്നും സദാ ഒഴിഞ്ഞിരിക്കുമെന്ന് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. മൂന്നാമതായി ആനന്ദിപ്പിക്കുന്ന ശക്തി. യാക്കോബ് ലേഖനം 3-ാം അധ്യായം 9 മുതൽ 12 വരെ. നാവിൻ്റെ വൈരുദ്ധ്യം പ്രഥമമായി പറയുന്നു. നാവിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. പ്രകൃതി തന്നെയും ഇതിൻ്റെ ഔന്നത്യത്തെ സ്പഷ്ടമാക്കുന്നു. നല്ല നീരുറവയിൽ നിന്ന് നല്ല ജലവും നല്ല വൃക്ഷത്തിൽ നിന്ന് മധുരമുള്ള ഫലവും പുറപ്പെടുന്നത് പോലെ നമ്മിൽ നിന്നും നല്ല ഫലമത്രേ പുറപ്പെടേണ്ടത്. അത് മറ്റുള്ളവർക്ക് കുളിർമയും സന്തോഷവും പകരുന്നതായിരിക്കും. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 10-21 നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും എന്ന് കാണാം. സങ്കീർത്തനങ്ങൾ 45-1 പറയുന്നു, നമ്മിൽ നിന്നും ശുദ്ധജലവും മധുരഫലവും ദൈവവും മനുഷ്യനും പ്രതീക്ഷിക്കുന്നു എന്ന്. പ്രിയരെ, നമ്മുടെ നാവിനെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.